കാസർഗോഡ് മീപ്പുഗിരി സ്വദേശികളായ അച്ഛനെയും മകളെയും വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. മീപ്പുഗിരിയിലെ ഗണേശൻ, മകളും പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയുമായ വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ചെമ്മനാട് കോളിയടുക്കം ശിവപുരം ക്ഷേത്രത്തിന് സമീപത്തെ വീടിനകത്ത് കിടപ്പുമുറിയിൽ ഒരേ ഹുക്കിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛനെയും +2 വിദ്യാർത്ഥിയായ മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ്. കർണാടക സ്വദേശിയും കാസർഗോഡ് മീപ്പുഗിരിയിൽ താമസക്കാരനുമായ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയായ മകൾ വൈഷ്ണവി എന്നിവരെ ചെമ്മനാട് കോളിയടുക്കം ശിവപുരം ക്ഷേത്രത്തിന് സമീപത്തെ ഇരുനില വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോം നഴ്സും കോഴിക്കോട് സ്വദേശിയുമായ ഭാര്യ ഓമന ജോലി സ്ഥലത്തായിരുന്നു. മകൻ വിഷ്ണ കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നു. ശനിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അയൽ വീട്ടിലെത്തിയ ഗണേശൻ മകളെ കാണാനില്ലെന്ന് പറഞ്ഞു. കേട്ടവർ ആദ്യം ഇത് വിശ്വസിച്ചില്ല. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചുപോയ ഗണേശൻ അകത്തു കയറി വാതിൽ കുറ്റിയിട്ടു. ഇതോടെ സംശയം തോന്നിയ അയൽവാസികൾ വിവരം മേൽപ്പറമ്പ് പോലീസിനെ അറിയിച്ചു. വീടിന്റെ വാതിൽ തകർത്ത് പോലീസ് അകത്ത് കയറിയപ്പോൾ വൈഷ്ണവിയെയും ഗണേശനെയും ഒരേ ഫാനിന്റെ ഹുക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഏതാനും മാസം മുമ്പാണ് ഗണേശനും കുടുംബവും ശിവപുരത്തെ വീട്ടിലേക്ക് താമസം മാറിയത്. +2 സയൻസ് വിദ്യാർത്ഥിയായ വൈഷ്ണവി പഠിക്കാൻ മിടുക്കിയായിരുന്നു. മരണത്തിന് പിന്നിലെ കാരണത്തിൽ അവ്യക്തത തുടരുകയാണ്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് അന്വേഷണം തുടങ്ങി. വിഷ്ണുപ്രിയയാണ് ഗണേശന്റെ മറ്റൊരു മകൾ. ഇതേ വീട്ടിൽ നേരത്തെ 2 പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് മലയാളം, കാസർഗോഡ്.